സർ, കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ് സി ജെ റോയിയുടെ ആത്മഹത്യ. ആത്മഹത്യയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ പല വ്യവസായികൾക്ക് മേലെയും കടുത്തമായൊരു മാനസിക സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പോലും വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? സി ജെ റോയി അത്തരത്തിൽ ഒരു സമ്മർദ്ദം അനുഭവിച്ചിരുന്നോ? അല്ലെങ്കിൽ സി ജെ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ആത്മഹത്യ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഈ ആത്മഹത്യ ഡിസീസ്, അതായത് ആത്മഹത്യ ചെയ്യുന്നത് ട്രിജിമിനൽ ന്യൂറോളജിയ എന്നാണ് ഇതിന്റെ ശരിയായ നാമം. ഇതൊരു അസുഖമാണ്. ഈ അസുഖം മുന്നേ കൂട്ടി കണ്ടെത്താൻ ഇപ്പോൾ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഏതൊരാൾക്കും ഭാവിയിൽ ആത്മഹത്യ ചെയ്യുമോ എന്ന് നേരത്തെ കൂട്ടി രക്തം പരിശോധിച്ച് കണ്ടെത്താൻ ഇപ്പോൾ മാർഗമുണ്ട്. അത് ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ബ്ലഡിലെ BDNS അളവ് ടെസ്റ്റ് ചെയ്യലാണ്. ഈ അളവിനെ അനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമത്രേ. അതിന് പരീക്ഷണം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോളജിക്കൽ ഫാക്ടൽ അതിന്റെ കൗണ്ട് ശരിക്കും കണക്കാക്കുകയാണ്. അങ്ങനെയാണ് ഈ അസുഖം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ജനങ്ങൾ ഭാവിയിൽ ആത്മഹത്യ ചെയ്യുമോ എന്ന് നേരത്തെ കൂട്ടി പറയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും മാർക്കറ്റിൽ എത്തിയിട്ടില്ല. ഇനി നമുക്ക് ഈ ആത്മഹത്യയുടെ വിശദമായ സി.ജെ. റോയിയുടെ വിഷയത്തിലേക്കൊക്കെ കടക്കാം. ഈ സി.ജെ. റോയി ഇന്നലെ പെട്ടെന്ന് ഒരു പ്രത്യേക സെക്കൻഡിലാണ് ഈ ആത്മഹത്യക്ക് നമ്മെ പ്രേരിപ്പിക്കുക. ഇത് ഒരു തരം അസുഖം തന്നെയാണ്. നമ്മൾ സി.ജെ. റോയിയുടെ വിഷയം എടുക്കുന്നതിന് മുമ്പ് കോവിഡ് സമയത്ത് ജോ അറക്കൽ, വയനാട്ടുകാരനായ ജോയ് അറക്കൽ ദുബായിലെ ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം 14ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് സംഭവിച്ച സംഭവമാണത്. അന്ന് അതിനുശേഷം ഒരു പ്രത്യേക ചാർട്ടഡ് ഫ്ലൈറ്റിലാണ് ആ ബോഡി ഇവിടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നു. അത് അങ്ങനെ ഒരു വലിയ ബിസിനസ്മാൻ മരിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിയും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2025 തന്നെയാണ് നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് പി അബ്രഹാം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കിഡ്നി മാറ്റിവെക്കൽ സർജറി ചെയ്ത ഒരു ഡോക്ടറാണ്. അതായത് ലോകത്തിൽ ഇത്രയും അധികം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഡോക്ടറാണ്. ഈ ഡോക്ടർ ലേക്ക് ഷോറിലെ ഹെഡായിരുന്നു. അദ്ദേഹം ഇതുപോലെ വീക്കെൻഡ് ഡേയിൽ അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ തൂങ്ങിക്കിടക്കണതാണ് കണ്ടത്. സത്യത്തിൽ അദ്ദേഹമൊക്കെ മാതൃകാ പുരുഷനാണ് സമൂഹത്തിന്റെ. അങ്ങനത്തെ ഒരാളാണ് അത് ചെയ്തത്. പിന്നെ നമ്മൾ വേറൊരു സംഭവം നമുക്കറിയാം. കുറച്ചുകൂടി മുന്നോട്ട് നോക്കുകയാണെങ്കിൽ കോഫി ഡേ എന്ന് പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. 3000-4000 കോടി ആസ്തിയുള്ള അതിന്റെ ഓണറുണ്ട് വീരപ്പ ഗംഗാഗായ് സിദ്ധാർത്ഥ്. അദ്ദേഹം നേത്രാവതി പുഴയിലേക്ക് ചാടുകയും ചെയ്ത് ഡ്രൈവറോട് കാറ് നിർത്താൻ പറഞ്ഞു. ആ പാലത്തിന്റെ മുകളിൽ കൂടെ കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈവറോട് കാർ നിർത്താൻ പറയുന്നു. കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഡ്രൈവർക്ക് എന്താ മനസ്സിലാകുന്നില്ല. കുറെ കഴിഞ്ഞിട്ടും ഇദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ്, പിന്നീട് എവിടെയെന്ന് കാണുന്നില്ല. പിന്നീട് ഫിഷർമാൻ പുഴയുടെ ഏതോ ഭാഗത്ത് ഈ ബോഡി പൊന്തിയിട്ടാണ് കണ്ടെത്തിയത്. അപ്പൊ ഇതൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരു പ്രേരകമായ ശക്തി അവർക്ക് വരികയാണ്. പക്ഷെ ഇവിടുത്തെ സങ്കടം, ഇത്തരത്തിൽ പ്രേരണ അവർ സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരു പ്രത്യേക സെക്കൻഡിലെടുക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു പ്രേരണ കിട്ടിയാൽ അവരത് പിന്മാറും. പക്ഷെ ആ സെക്കൻഡിൽ ആരും ചെയ്യില്ല. ഇന്നലെ സി.ജെ. റോയി സ്വന്തം ഓഫീസിലെ നേരെ മുൻഭാഗത്ത് സെക്രട്ടറി ഒക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രത്യേക സെക്കൻഡിലാണ് ഈ ബ്ലഡിൽ ഉണ്ടാവുന്ന ഈ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതിന് ഒരുപാട് കാരണങ്ങൾ വരാം. സാമ്പത്തികമാവാം, അസുഖമാവാം,
അല്ലെങ്കിൽ മാനഹാനി സംഭവിച്ചിട്ടാവാം. അങ്ങനെ പലതരം പ്രശ്നങ്ങളായിരിക്കാം. ഇതോ എന്ത് പ്രശ്നമുണ്ടായാലും ഇത് ആത്മഹത്യ ചെയ്താൽ അതിന് പരിഹാരമൊന്നും ആവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഈ സന്ദർഭത്തിലെങ്കിലും. പക്ഷേ നമ്മുടെ സമൂഹം വെറുതെ ഇരിക്കുന്ന ആളെ ആത്മഹത്യ ചെയ്യാനുള്ള വഴിയിലേക്ക് ഇറക്കി വിടുന്ന സംഭവമുണ്ട്. അതായത് നമ്മൾ കണ്ടതാണ് ഇപ്പോ ഈ സാബു ജേക്കബ്. ഈ സാബു ജേക്കബ് എന്ന് അദ്ദേഹം വളരെ നല്ലൊരു തീരുമാനപ്പെടുത്തു, NDAയിൽ ചേർന്നു, അതായത് BJPയുടെ മുന്നണിയിൽ ചേർന്നു. അതിന് അദ്ദേഹത്തിനെ വലിച്ചിഴച്ച് ഇനി പറയാത്ത നുണ പ്രചരണങ്ങളില്ല. ഇന്നലെ അദ്ദേഹം അതിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം അതിന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അത് ഈ മനസ്സിന് കെൽപ്പില്ലെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ അവർ അങ്ങനത്തെ വ്യക്തികൾ, ഇത്തരത്തിലുള്ള വ്യക്തികൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു പോവും. ഇത് വെറുതെ അങ്ങ് നുണ പറയാ. ഈ ഒരു കാര്യം നമുക്ക് ആലോചിക്കണം. ഇവിടുത്തെ ഒരു MLA കഥ അറിയാലോ. എത്ര കേസുകൾ വന്നു. അപ്പൊ അയാൾ എത്ര ആത്മഹത്യ അയാൾ ചെയ്തിരിക്കണം ഇപ്പോ? അയാൾ വല്ല ആത്മഹത്യം ചെയ്യുന്നുണ്ടോ? അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ മനസ്സ് കുറച്ച് ബലം കൂടിയതും നല്ല തൊലിക്കട്ടി കൂടിയെന്നൊക്കെ പറയണ മാതിരിയാണ്. ഈ ബിസിനസ് ആൾക്കാരുടെ മനസ്സ് കുറച്ച് ലോലമാണ് എന്നാണ് ഇതൊന്നും മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെ ആയാലും ഈ റോയ് എന്ന് പറയുന്ന ആളുടെ ജീവിത ശൈലി, ജീവിത രീതി, അപ്പോ സാമ്പത്തികമല്ല അവിടെ പ്രശ്നം എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ വേറെ എന്ത് വിഷയമാകുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി എന്ത് വിഷയം തന്നെ ആയാൽ പോലും ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോഴും ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ആ തീരുമാനമെടുത്തു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം CJ റോയിയെ പോലെ ഒരാൾ ഒരു തരത്തിലും മറ്റേതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ ഭയന്നിരിക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രക്തത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത തോന്നുന്ന ഹോർമോണുകളുടെ ഒരളവ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ കൂടി അദ്ദേഹം പെട്ടെന്ന് താൻ ഉണ്ടാക്കിയെടുത്ത പടുത്തുയർത്ത സാമ്രാജ്യങ്ങളെല്ലാം വെറുതെ വിട്ടുകൊണ്ട് ഇനി ഒരിക്കലും തനിക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു റീസൺ വേണ്ടേ? ആ റീസൺ ഏതെങ്കിലും തരത്തിൽ ആദായ നികുതി വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്നോ ലഭിച്ച ഒരു മാനസിക സമ്മർദ്ദമാണോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്മാന്റെ ചരിത്രം എടുത്തു നോക്കിയാലും അത് മുഴുവനായിട്ട് സ്വന്തം അക്കൗണ്ടിലെ പൈസ കൊണ്ടുള്ള കളിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിൽ വായ്പ എടുത്തിട്ടോ ഒക്കെ സ്വരൂപിച്ച പൈസ കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസ് എത്ര ചെയ്താലും അതിന്റെ ഇരട്ടി അടുത്ത കൊല്ലം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി അടുത്ത കൊല്ലം ചെയ്യുക, ഇങ്ങനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്ന എല്ലാ സംഭവവും. ഞാൻ ഇത് പറയുമ്പോൾ ഒരു രസകരമായ ഒരു കാര്യം പറയാം. അതായത് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ. ഈ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് എല്ലാ കൊല്ലവും ഇയർലി മീറ്റിംഗ് വെക്കും. അപ്പൊ ആ മീറ്റിങ്ങിൽ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച, വരവും ചെലവും ഒക്കെ പറയും. എല്ലാ ജോലിക്കാരടക്കം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. മുകളില് GM മുതൽ താഴത്ത് സ്വീപ്പർ വരെ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. വലിയൊരു പാർട്ടി കഴിഞ്ഞിട്ടാണ് പിരിയുക. അപ്പൊ ആ മീറ്റിങ്ങില് അവസാനം എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം മാർക്കറ്റിംഗ് മാനേജർ ഒരു ചോദ്യം എല്ലാവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത കൊല്ലം ഇനി നമുക്ക് ഈ കൊല്ലം ഉണ്ടാക്കിയതിന്റെ ഇരട്ടി സെയിൽ ഉണ്ടാക്കണം, അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശം തരാൻ പറയാണ്. അപ്പോ ഓരോരുത്തർ പലതരത്തിലും ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉത്തരം ഒരു സ്വീപ്പറാണ് നീറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? മുൻകാലങ്ങളിൽ ഈ ഇതിന്റെ ട്യൂബ് ഉണ്ടല്ലോ, അതിന്റെ ആ ഞെക്കിയ വരുന്ന ഹോള് ചെറിയ ഹോളാണ്. നമ്മൾ ഇപ്പൊ ഓയിൻമെന്റിനൊക്കെ ഉള്ള ചെറിയ ഹോളാണ് ഉണ്ടായിരുന്നത്. ഈ സ്വീപ്പർ പറഞ്ഞു, സാറേ ഇതിന്റെ ഹോള് ഒരു 4 ഇരട്ടി വലിപ്പമുള്ള റൗണ്ട് ആക്കാൻ പറഞ്ഞു. അപ്പോ എപ്പോഴും ഞെക്കുമ്പോ ആ ചെറുതായി പോകുന്നത് 4 ഇരട്ടി പുറത്തേക്ക് പോകും. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ 4 ഇരട്ടി കച്ചവടം കിട്ടും കൂടുതൽ, ഈ ട്യൂബ് വേഗം കഴിയും. അപ്പൊ അത് വലിയൊരു പോയിന്റായി അന്ന് കമ്പനി നോക്കി. അതാണ് പിന്നീട് ഇത്ര കൊല്ലം എല്ലാ ഇപ്പൊ ടൂത്ത് പേസ്റ്റിന്റെയും ഹോള് വലുതായിരിക്കും. അതാണ്. അപ്പോ
ഈ ബിസിനസ്സുകാരുടെ ഇതാണ് ഒരു എന്താ പറയാ, അവരുടെ ആകാംക്ഷ അല്ലെങ്കിൽ അവരുടെ ഒരു കൊതി, എന്ത് വേണമെങ്കിൽ പറയാം. ബിസിനസ് ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോകണം. ഇതാണ് അവരുടെ മനസ്സിൽ കിടന്നുറങ്ങുമ്പോഴും എണീറ്റ് നടക്കുമ്പോഴും ഒക്കെ. അപ്പൊ ഇതിനുള്ള പൈസ ഉണ്ടാക്കണം. അപ്പൊ ഈ പൈസ ഉണ്ടാക്കാനുള്ള വേറെ വഴികൾ നോക്കണം. അപ്പോ ഈ കടം ഒരിക്കലും അവരുടെ കടം കുറയുന്നില്ല. അവരുടെ ഈ ബിസിനസ്മാന്റെ കടം കൂടിക്കൊണ്ടേ പോവുകയാണ്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ലോകത്ത് ഒരു ബിസിനസ്സും ശാശ്വതമായി കാലങ്ങളോളം നിന്നിട്ടില്ല. ഒരു ബ്രാൻഡ് വരുമ്പോൾ മറ്റേ ബ്രാൻഡ് പൊളിഞ്ഞു പോകും. നമ്മൾ ഇപ്പൊ തന്നെ ആലോചിച്ചാൽ അറിയാം. നമ്മുടെ പണ്ട് കാലത്ത് നമ്മളുടെ TV ഓണിഡ അല്ലെങ്കിൽ BPL അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിവികളാ. ഇന്ന് ആ ടിവികളുണ്ടോ? ഇല്ല. എന്തേ ആ കമ്പനിയൊക്കെ പോയത്? അതേമാതിരി മൊബൈല് പണ്ട് നമ്മളെ ഉപയോഗിച്ചിരുന്ന നോക്കിയ, ആ നോക്കിയ മൊബൈൽ ഇപ്പൊ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പൊ അതിനെക്കാട്ടിയൊക്കെ പുതിയ സാധനം ഐഫോൺ, സാംസങ്. അപ്പോ ഇത് തന്നെയാണ് ബിസിനസ്മാന്റെയും അവസ്ഥ. അപ്പോ ഒരു പരിധിയിലെത്തുമ്പോൾ ബിസിനസ് കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് മിതമായ രീതിയിൽ പോയില്ലെങ്കിൽ ഇതിങ്ങനെ വലുതാക്കും തോറും നമ്മുടെ മനസ്സിലെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോ ഈ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു നേരിയ സെക്കൻഡ് മതി നമ്മുടെ ആ ചിന്ത ആ വഴിയിലേക്ക് പോകും. അപ്പോ ഇവിടെ ഈ CJ റോയിയോ അല്ലെങ്കിൽ ജോയ് അറക്കലോ അല്ലെങ്കിൽ ഈ ഡോക്ടർ ലേക്ക് ഷോറിലെ ഡോക്ടറൊക്കെ ചെയ്തത് മാതൃക പുരുഷനാണ്. അദ്ദേഹമാണ് ഈ പരിപാടി ചെയ്തത്. ആലോചിച്ച് നോക്കണം. എന്നാൽ വേറെ രസമുണ്ട്. ഇന്നലെ ഞാൻ ഈ CJ റോയിയുടെ ആത്മഹത്യയുടെ ഒപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യമായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിനെ വരെ ആയിരിക്കും വലിച്ചിഴച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്, ED, ഇവര് ഇൻകം ടാക്സ് ഇവര് വന്ന് ചോദ്യം ചെയ്ത കാരണമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്ന ഏതൊരുത്തനെയും ഇൻകം ടാക്സോ EDയോ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വന്ന് ഓഡിറ്റ് ചെയ്തിരിക്കും. അത് പ്രതീക്ഷിച്ചിട്ട് ബിസിനസ്സിന് ഇറങ്ങിയാൽ മതി. നമ്മൾ ചെയ്ത ബിസിനസ് സത്യസന്ധമാണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ എന്തിനു ആത്മഹത്യ ചെയ്യണം? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പോ ഇവിടെ ഇന്നലെ പറയുന്നുണ്ട്, അതായത് ഇവിടെ കുറെ ബിസിനസ് പീപ്പിള് രാജ്യം വിട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മുടെ വിജയ മല്യ പോലത്തെ 3-4 ആൾക്കാർ ഒരു ചൊക്ലി പറഞ്ഞിട്ട് എന്താണ് എന്ത് ചൊക്ലിയാണ് ഓർമ്മയില്ല ശരിക്കുള്ള പേര്. അവരൊക്കെ ഈ നാട് വിട്ടുപോയിട്ടുണ്ട്. അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുന്നെയാണ് അവരൊക്കെ നാട് വിട്ടുപോയത്. ഇപ്പോ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ബാങ്ക് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാസ്പോർട്ട് ഇപ്പൊ ബാങ്കിൽ സറണ്ടർ ചെയ്യണം. പുതിയ നിയമം അങ്ങനെയാണ്. അപ്പോ ഇപ്പോഴുള്ള ഒരു ബിസിനസ്മാനും എത്ര കള്ളത്തരം ചെയ്താലും ഇവിടുന്ന് മുങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന പല വീരന്മാരും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സത്യസന്ധമായി നീങ്ങുകയാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ ഈ കണക്കുകളും കാര്യങ്ങളും ചെക്ക് ചെയ്താൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണം? അപ്പോ അതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു പരുത്തപ്പോ കണ്ടില്ലേ, സാബു ജേക്കബിന് വെറുതെ വലിച്ചിഴക്കിയ. എന്നിട്ട് അയാൾ ചൂടായി. കാരണം അയാള് ഇതേമാതിരി ED നോട്ടീസ് കൊടുത്ത കാരണമാണ് അയാൾ BJP ചേർന്ന് പേടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് പച്ച നോണ അങ്ങനെ പറഞ്ഞു പരുത്തുക. ഈ പച്ച നോണ തന്നെയാണ് ഇവിടെ LDFും UDFും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ CJ റോയിയുടെ മരണവും ഇനി എന്തൊക്കെ നുണകളാണ് ഇവർ പറഞ്ഞു വരാത്തത് കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രമുഖ പ്രവാസി വ്യവസായി കൂടിയായ CJ റോയിയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് ഊഹാപോഹങ്ങളും പലതരത്തിലുള്ള പരാമർശങ്ങളും ചില വിവാദങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും ഇത് മാധ്യമങ്ങളിൽ നിറയുകയാണ്. CJ റോയി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.